ഹായ് ഉണ്ണികളെ, എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ നിന്ന് നിറയെ സമ്മാനങ്ങൾ കിട്ടാൻ നോക്കിയിരിക്കുവാണോ? എൻ്റെ വീട്ടിലെ ഉണ്ണി നോക്കിയിരിപ്പുണ്ട് സമ്മാനം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ കേൾക്കാൻ ഒരു നല്ല മിട്ടുവും മക്കളും എന്ന കഥയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. സോക്രട്ടസ് അക്കാഡമിയുടെ നല്ല മലയാളം കുട്ടി വായന സീരീസ് ഒന്നിലെ ഒരു ബുക്കാണിത്. കണ്ടോ? തിത്താരം കൂട്ടിലെ മിട്ടുത്തത്തമ്മയ്ക്ക് ചിട്ടു എന്നും ടുട്ടു എന്നും പേരായ 2 മക്കളുണ്ടായിരുന്നു. ഇതാണ് മിട്ടുത്തത്തമ്മ, കണ്ണാടിയൊക്കെ വെച്ച് മിട്ടുത്തത്തമ്മ. ഇതാണ് ചിട്ടുവും ടുട്ടുവും. പച്ച നിറവും ചുവന്ന ചുണ്ടുമുള്ള സുന്ദരികളായിരുന്നു 2 പേരും. ഒരു സുന്ദരി മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാ, കണ്ടോ? ഒരു ദിവസം മിട്ടുത്തത്തമ്മയുടെ കൂട്ടുകാരിയും പഞ്ചവർണ്ണ തത്തമ്മയുമായ ചിന്നു മിട്ടുവിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു. കണ്ടോ? ചിന്നു, ഇതാണ് ചിന്നു. ചിന്നു നമ്മുടെ തത്തമ്മയെ കാണാൻ വന്നു. തത്തമ്മ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നു. പിള്ളേർ 2 നോക്കിയിരിക്കുന്നു. മുടി കെട്ടിയ തത്തമ്മ താണ്ടി ഇവിടെ നോക്കിയിരിപ്പുണ്ട്. പഞ്ചവർണ്ണ തത്തമ്മയെ കണ്ടപ്പോൾ ചിട്ടുവിന് അതുപോലെ ആകാൻ ആശയായി. അപ്പം മുടി കെട്ടാത്ത തത്തമ്മയാണ് ചിട്ടു. ചിട്ടുവിനാണ് പഞ്ചവർണ്ണ തത്തയാവാൻ ആശയായത്. ചിട്ടു ടുട്ടുവിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. പക്ഷെ ടുട്ടു അതിനെ അനുകൂലിച്ചില്ല. ചിട്ടുവിന് ടുട്ടുവിനോട് ചെറിയ ദേഷ്യം തോന്നി. ഇതാണ് ടുട്ടു. ടുട്ടുവിനോട് ദേഷ്യമായി. ഒരു ദിവസം ചിട്ടു തൻ്റെ കൂട്ടുകാരിയായ മഞ്ഞക്കിളിയെ കണ്ടുമുട്ടി. അവൾ തൻ്റെ ആഗ്രഹം മഞ്ഞക്കിളിയോട് പറഞ്ഞു. അപ്പം ടുട്ടു സമ്മതിച്ചില്ലെങ്കിൽ എന്താ, കൂട്ടുകാരിയോട് ആഗ്രഹമൊക്കെ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു തൂവൽ നിനക്ക് തരാം, നീ അത് നിൻ്റെ ചിറകിനടിയിൽ കയറ്റി വെച്ചാൽ മതി. ആഹാ, നല്ല ഐഡിയ അല്ലേ? മഞ്ഞ തൂവൽ ചിറകിൻ്റെ അടിയിൽ വെച്ചാൽ മഞ്ഞ കളറാവുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിയായ കൊക്കിനോടും വണ്ണാത്തിക്കിളിയോടും കുരുവിയോടുമൊക്കെ തൂവലുകൾ വാങ്ങി നിനക്ക് തരാം. അതെല്ലാം നിൻ്റെ ചിറകിനടിയിൽ വച്ചാൽ മതി. അപ്പോൾ നീയും പഞ്ചവർണ്ണ തത്തയെപ്പോലെ സുന്ദരിയാകും. ആഹാ, എന്ത് നല്ല ഐഡിയ! മഞ്ഞക്കിളിയുടെ അഭിപ്രായത്തോട് ചിട്ടു യോജിച്ചു. മഞ്ഞക്കിളിയാകട്ടെ പറഞ്ഞതുപോലെ എല്ലാ നിറത്തിലുമുള്ള തൂവലുകളൊക്കെ സംഘടിപ്പിച്ച് ചിട്ടുവിന് നൽകുകയും ചെയ്തു. നല്ല സ്നേഹമുള്ള കൂട്ടുകാരി അല്ലേ? കഷ്ടപ്പെട്ട എല്ലാ കിളികളുടെ അടുത്തു നിന്നും പോയി തൂവലൊക്കെ മേടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ദാണ്ടെ കൊടുത്തു. തൻ്റെ വീട്ടിലെത്തിയ ചിട്ടു മഞ്ഞക്കിളി പറഞ്ഞതുപോലെ തൂവലൊക്കെ ചിറകിനടിയിൽ തിരികെ വെച്ചു. എന്നിട്ട് ടുട്ടുവിനെ നോക്കി കളിയാക്കി ചിരിച്ചു. പല കളറുള്ള ചിറക് കണ്ടോ, തൂവൽ കണ്ടോ, അതെല്ലാം എടുത്ത് തിരികെ വെച്ചപ്പം പഞ്ചവർണ്ണ തത്തയെ പോലെയായി. അപ്പം ഭയങ്കര സന്തോഷമായി. കണ്ടോ, നീ കണ്ടോ എൻ്റെ തൂവൽ കണ്ടോ, എന്നെ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടുട്ടുവിനെ കളിയാക്കി. അപ്പം ടുട്ടുവിന് സങ്കടമായി. ടുട്ടു കരയുന്ന കണ്ടോ? അമ്മയുടെ കൂടെ തീറ്റ തേടുവാനായി പുറത്തേക്ക് പറക്കാൻ ഒരുങ്ങിയപ്പം തിരികെ വെച്ച തൂവലെല്ലാം താഴെ വീണു. പക്ഷെ അങ്ങനെ തിരികെ വെച്ച് അനങ്ങാതെ നിന്നപ്പോൾ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? അതുകൊണ്ട് തൂവലെല്ലാം ഓരോന്നായിട്ട് താഴെ വീഴുന്നു. അപ്പം ദാണ്ടെ കരയുന്നു. അത് കണ്ട മിട്ടു തത്തമ്മ ചിട്ടുവിനോട് പറഞ്ഞു, മോളെ, എല്ലാവർക്കും അവരവരുടേതായ ഭംഗിയുണ്ട്. മറ്റൊരാളുടെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. കണ്ടോ അമ്മ പറഞ്ഞു കൊടുക്കുന്നു. നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ വിഷമിക്കുന്നേ? നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. നീ ആയിട്ടിരുന്നാൽ മതി. എന്തിനാ നീ മറ്റുള്ളവരെ പോലെ ആകാൻ നോക്കുന്നത്? ഓരോരുത്തർക്കും അവരവരുടേതായ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. സ്വന്തം ശരീരത്തിലും സൗന്ദര്യത്തിലും അഭിമാനിക്കുന്നതിനേക്കാൾ സ്വയം കഴിവും വ്യക്തിത്വവും തിരിച്ചറിഞ്ഞ് അത് മികച്ചതാക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മിട്ടു അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിട്ടു ആത്മവിശ്വാസത്തോടെ തൻ്റെ ചിറകുകൾ വിടർത്തി. എന്നിട്ട് മിട്ടുഅമ്മ പറഞ്ഞു കൊടുത്തു 2 പേർക്കും, സൗന്ദര്യമൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. സൗന്ദര്യം നോക്കിയിരിക്കാതെ കഴിവ് തിരിച്ചറിഞ്ഞ് അത് വികസിപ്പിക്കണം. അങ്ങനെ മിടുക്കരാവാൻ നോക്കണം. അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അയ്യോ, വെറുതെ മങ്ങി നോക്കി പോകരുതായിരുന്നെന്ന്. അപ്പം നല്ലൊരു ഗുണപാഠം നമുക്ക് ക്രിസ്മസിന് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. വേറൊരാളെ പോലെ ആവാൻ ശ്രമിക്കുകയേ വേണ്ട. മാത്രമല്ല,
നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കഴിവ് തിരിച്ചറിയണം. നിങ്ങൾക്ക് നല്ല കഴിവ് ഏതിലുള്ളത്? പാടാനാണോ, ഡാൻസ് കളിക്കാനാണോ, പഠിക്കാനാണോ, എഴുതാനാണോ, വരയ്ക്കാനാണോ, കഥ ഉണ്ടാക്കാനാണോ, സ്വപ്നം കാണാനാണോ? എന്താ കഴിവ്? അത് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.